വഖഫ് നിയമ ഭേദഗതിയിൽ സമ്പൂർണ്ണ സ്റ്റേ ഇല്ലാത്തത് ആശ്വാസകരമെന്ന് മുനമ്പം സമരസമിതി. നിലവിലെ വിധി മുനമ്പം ജനതയെ നേരിട്ട് ബാധിക്കില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുമെന്നും സമരസമിതി പ്രതികരിച്ചു. സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വഖഫ് നിയമ ഭേദഗതിയിലെ സുപ്രീം കോടതി ഉത്തരവ് മുനമ്പം ജനതയെ സംബന്ധിച്ച് എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം നാളുകൾ നീണ്ട ഒരു സമരം മുനമ്പത്ത് നടക്കുന്നുണ്ട്. അവരുടെ ഭൂമിയെ സംബന്ധിച്ച് 338 ദിവസമായി റിലേ നിരാഹാര സമരം അടക്കം നടക്കുകയും ചെയ്യുന്നുണ്ട്. മുനമ്പം ജനതയെ സംബന്ധിച്ച് പ്രശ്നമുണ്ടാക്കുന്നതാണോ ഭാഗിക സ്റ്റേ? അതല്ല, ആശ്വാസകരമായ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾക്ക് വളരെ ആശ്വാസകരമാണ്. കാരണം ഫറൂഖ് കോളേജ് ഈ സ്റ്റേ മാറിക്കിട്ടിയതോടുകൂടി പൂർണ്ണമായ അധികാരിയായിട്ട് മാറുകയാണ്. 1860 സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രസ്റ്റാണ് ഫറൂഖ് കോളേജ്. ആ ഫറൂഖ് കോളേജിൽ നിന്നും 1989 കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ അധികാരി ഈ ഫറൂഖ് കോളേജ് തന്നെയാണ്. അപ്പോൾ വഖഫ് രജിസ്റ്ററിൽ നിന്നും അടിയന്തരമായിട്ട് ഈ പ്രോപ്പർട്ടി മാറ്റിത്തരണം. സൊസൈറ്റിക്കുള്ള പരമാധികാരം എന്ന സെക്ഷൻ 2A അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയാണ് ഈ കാര്യത്തിൽ എന്നതാണ് അല്ലേ? അതെ, സെക്ഷൻ 2A അതിന് സ്റ്റേ ഇല്ലാത്തതിന്റെ പേരിൽ അടിയന്തരമായിട്ട് ഗവൺമെന്റിന് ഈ പ്രശ്നം പരിഹരിച്ചു തരാനായിട്ട് സാധിക്കും. ഭേദഗതി സംബന്ധിച്ചൊരു ഇടക്കാല സ്റ്റേ ചില സെക്ഷനുകളിൽ വന്നിട്ടുണ്ട്. അത് നേരിട്ട് ബാധിക്കും. അതല്ലാതെ തന്നെ ഈ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സർക്കാരിന് കഴിയും. എന്താണ് നിങ്ങൾ പൊതുവെ ഇതിനെ കാണുന്നത്? ഇതിപ്പോ ഈ കോടതി വിധി സ്റ്റേ ആണ് വന്നിരിക്കുന്നത്. 5 വർഷം ഒരു വ്യക്തിയുടെ കയ്യിൽ, മുസ്ലിമിന്റെ കയ്യിൽ 5 വർഷം ഇരുന്നാൽ മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അമെന്റ്മെന്റ് പറഞ്ഞത്. അതിന് സ്റ്റേ വന്നു. അങ്ങനെയാണ് അവർ കരുതുന്നത്. അപ്പം സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ അല്ലാതെ തന്നെ നിലവിലെ ഉപയോഗിച്ച് തന്നെ ഇടപെടാം. സംസ്ഥാന സർക്കാരിന് എപ്പോഴും തീർക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലിരിക്കുന്ന കേസ് വരെ ഡിലീറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇത് വഖഫ് ഭൂമി അല്ല, ഈ ഭൂമി വഖഫാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. സൊസൈറ്റി ആക്ട് പ്രകാരം രൂപീകൃതമായ ഫറൂഖ് കോളേജ് അവർ നിയമപരമായി വിറ്റ ഒന്നാണ്. ഒപ്പം അത് വഖഫായി പ്രഖ്യാപിച്ചത് നിയമവിരുദ്ധമാണ്. ആ നിലയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന വാദമാണ് യഥാർത്ഥത്തിൽ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഇക്കാര്യത്തിൽ ഈ വിധിയോടുകൂടി സംഭവിക്കുന്നില്ല എന്നതുകൂടി അവർ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിലിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ കൊച്ചി.